ഹായ് ഹലോ നമസ്കാരം. ജോസ്നാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പം രാവിലെ തന്നെ പണിയൊക്കെ തീർത്തിട്ടാണ് കേട്ടോ പോയത്. ഇന്ന് നമുക്ക് പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. അത് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീട് മാറുന്ന കാര്യം ഞാൻ എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് വീടുകൾ നോക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഇപ്പോൾ വീട് ഒരെണ്ണം തരപ്പെട്ടു. കഴിഞ്ഞ സൺഡേ പോയി ഞങ്ങൾ വീട് എന്താ പറയുക എഗ്രിമെൻറ്റ് ചെയ്തു, വാടക ചീട്ട് എഴുതിച്ചു. അപ്പോൾ ഇന്ന് അവിടെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്ന് പോയി ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് ഒരു വഴി ഒന്ന് ശരിയാക്കി എടുക്കണം. അതിൽ വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഇന്ന് അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണതാണ്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഇന്നത്തേക്ക് എന്താ ഉണ്ടാക്കിയെന്നുള്ളത് കാണിക്കാൻ രാവിലെ വീഡിയോ എടുക്കാൻ നിന്ന സമയം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. അല്ലെങ്കിലും വീഡിയോ ഞാനിപ്പോൾ കുറേശ്ശെ ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. രാവിലെ പിടിയായിരുന്നു കേട്ടോ. പിടി ഞങ്ങൾ രാവിലെ കഴിച്ചതാണ്. പിടി കോഴിക്കറി. പിന്നെ ഉണ്ടാക്കിയത് സർലാസ്. സാധാരണ അങ്ങനെ അത് ഉപയോഗിക്കാറില്ലായിരിക്കും, പക്ഷേ ഇത് ഞാൻ കുറച്ച് സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കത് പച്ചപ്പയർ മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇനി മിട്ടുക്കുഞ്ഞ് രാവിലത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറക്കമാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇവരെ നോക്കിയിരിക്കുന്നേ. ഇന്ന് കുളിച്ചില്ലല്ലോ. ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഇവരെ കുളിപ്പിക്കുന്ന ദിവസം. ഇത് പെണ്ണാണ് കേട്ടോ. ഇവള് തങ്കു. അത് ജാക്കി, അവൻ ചെറുക്കന. അവൻ പുല്ലിനകത്തോടെ എല്ലാം രാവിലെ അഴിച്ചു വിട്ടപ്പോൾ പുല്ലിനകത്തോടെ പോയിട്ട് വന്നത്. അതിൻ്റെ മേത്ത് മുഴുവൻ എന്തോ കായ പിടിച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കണം. കുളിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. രാവിലെ കുളിപ്പിക്കുന്നതായിരുന്നു. ഇന്നിപ്പോൾ കുളിപ്പിച്ചില്ല. രാവിലെ തന്നെ ഭക്ഷണമൊക്കെ പള്ളിയിൽ പോക്കുള്ള ദിവസം എല്ലാം ഇച്ചിരി വൈകും. ടോവി ഇത് കണ്ടോ, പള്ളക്കകത്ത് കയറി നിൽക്കണം. അവനിവിടെയാണ് കിടക്കുന്നത്. അവനിവിടെയാണ് കിടക്കുന്ന സ്ഥലം. അവനെ ഇങ്ങനെ ഇത് കമ്പിയിൽ കെട്ടി വിട്ടേക്കുന്നതുകൊണ്ട് എന്നെ നോക്കണം. ഇങ്ങോട്ട് വാ കാട്ടീന്ന. അവരെ തങ്കൂനും ജാക്കിനെയും അഴിച്ചു വിടുമ്പോൾ അവൻ ഇവരുടെ കൂടെ വന്ന് കൂടുന്നതാട്ടോ. ഈ പള്ളക്കകത്തോടെ എല്ലാം കയറി നടക്കുന്ന, മേത്ത് മുഴുവൻ കായൊക്കെ പിടിച്ച്. ഇപ്പം എല്ലാവരെയും ഒന്ന് കുളിപ്പിക്കേണ്ട സമയമാണ്. ഞാൻ പാഷൻ പൂട്ട് കാണിച്ചു തരാവേ. ഇതൊന്നും നമ്മൾ നട്ടതല്ല കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടായി വന്നാണ്. കുറേ ഞങ്ങൾ പറിച്ചിട്ട് നിറച്ച് കായ്ച്ചൊക്കെ കാണാൻ പറഞ്ഞു. നല്ല വെയിലാട്ടോ. നല്ല വെയിലായതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ കുറേ കിട്ടി കേട്ടോ. കുറേ കിട്ടി, കുറേയൊക്കെ ചീത്തയായി പോയി. നമ്മളിവിടുന്ന് താമസം മാറാറായപ്പോഴേക്കും പല സാധനങ്ങളും ഉണ്ടായി വന്നു. അതുപോലെ കോവൽ ഞാൻ വെട്ടാറായതാണ്, പക്ഷെ ഞാൻ എന്നിട്ട് വെട്ടിയില്ല. ആ വെട്ടാതെ നിന്നോടത്തുനിന്ന് നമ്മൾ മാറുമ്പോൾ വേണം അത് വെട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നടണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴേക്കും കോവലെല്ലാം എന്തെയുണ്ട്, അതെല്ലാം കാഴ്ച. ഞാനിപ്പോൾ 2 കറിക്കുള്ളത് ഞാൻ ഇതിന്ന് പറിക്കുകയും കൂടെ ചെയ്തു. പിന്നെ ഇതേണ്ട ഒരു കപ്പളം. ആ കപ്പളം ഞാൻ തൈ ഒരെണ്ണം കാണത്തില്ലല്ലോ, തൈ ഒരെണ്ണം പറിച്ച് നട്ടതായിരുന്നു. പക്ഷെ ആ കപ്പളം ഇപ്പം അത്യാവശ്യം നല്ല വലിപ്പവും വെച്ച് അതിൽ കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാറുവാണല്ലോ എന്നോർത്ത് ഒന്നും നടന്നില്ല എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പം രാവിലെ കുറച്ച് തുണി അലക്കാൻ ഇട്ടേക്കാന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ചൊന്ന് അലക്കിയിടുവാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. ഡെയിലി അലക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ അങ്ങ് അലക്കി വെച്ചേക്കുവാണെങ്കിൽ പോയിട്ട് വന്നിട്ട് വേണം വിരിച്ചിടാൻ. അലക്കി വെക്കുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ സമയം ഉച്ചയാകാറായി. പിള്ളേർ പള്ളിയിൽ പോയേക്കുവാണ്. അപ്പോൾ അവർ പള്ളി കഴിഞ്ഞ് വന്നിട്ട് അവരെയും കൂടെ കൂട്ടി വേണം പോകാൻ. അപ്പം ഇത് ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ കാണാവോ, ഫിസിക് ഹോംലിയുടെ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റർജൻ്റാണ് കേട്ടോ. നമുക്ക് മെഷീനകത്തും ഉപയോഗിക്കാം, അല്ലാണ്ട് നമ്മൾ അലക്കുമ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല മണം. ഇതിൻ്റെ വേറെ കളറ് കിട്ടും കേട്ടോ. പല കളറ്, റോസ് ഉണ്ട്, പർപ്പിളുണ്ടെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിക്കുവാണെങ്കിൽ, കിട്ടുന്നവരുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. നല്ല സാധനമാണ്. തുണി അലക്കി കഴിയുമ്പോഴത്തേനും നല്ലൊരു മണമുണ്ട്. അതുപോലെ കുറച്ച് ഉപയോഗിച്ചാലും മതി കേട്ടോ. നമ്മുടെ സോപ്പ് പൊടിയുടെ ആ ഒരു ഇതല്ല, ലിക്വിഡായിട്ടുള്ള നല്ല ഒരു സാധനമാണ്. അപ്പോൾ അത് കിട്ടുമെങ്കിൽ
വാങ്ങിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തുണി അലക്കാൻ ഇടട്ടെ കേട്ടോ. അങ്ങനെ വെള്ളം നിറയട്ടെ. അതിനകത്ത് വെള്ളം നിറഞ്ഞു വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പം അങ്ങനെ രാവിലത്തെ പണിയൊക്കെ തീർത്ത് ഞാൻ ഇച്ചിരി വൈകിയാട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അടിച്ച് വാരി കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ചേട്ടായി ഒരു കേക്ക് കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നു. അപ്പോൾ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ കയറിയപ്പം ഒരു കേക്ക് വാങ്ങിച്ചു. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിൻ്റെ ആദ്യത്തെ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഉച്ചയ്ക്ക് ടി വിയിലൊരു സിനിമ ഉണ്ടായിരുന്നു, നമ്മുടെ മീശമാധവൻ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതേ ഉള്ളൂ. പിള്ളേർ പള്ളി കഴിഞ്ഞ് വന്നിട്ട് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം പരീക്ഷയാണ്. അപ്പോൾ അവർ പുസ്തകമൊക്കെ ആയിട്ട് അങ്ങോട്ട് പോരാം, അവിടെ വന്നിരുന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ ചേട്ടായി വീട്ടിലുള്ള സമയത്ത് തങ്കുവിനെയും ജാക്കിനെയും അഴിച്ചു വിടും കേട്ടോ. അപ്പോൾ അവന്മാർ കുറച്ച് നേരമൊക്കെ ചേട്ടായി വീട്ടിലുള്ള സമയത്താണ് കൂടുതലും ഇങ്ങനെ വെളിയിലൂടെയൊക്കെ നടക്കുന്നത്. അല്ലാത്തപ്പോൾ ഞങ്ങൾ രാവിലെ വൈകുന്നേരവും മാത്രം ഒരു 10 മിനിറ്റ് പോലും അങ്ങനെ പുറത്ത് വിടുന്നില്ല. 10നെ കൂട്ടി കയറ്റുകയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആഘോഷമായിട്ട് കേക്കൊക്കെ കഴിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തങ്കുവിനും ജാക്കിക്കൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അധികം കൊടുക്കാറില്ല, എന്നാലും നമ്മൾ കഴിക്കണ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് കുറേ ചെടിച്ചട്ടികൾ അപ്പുറം കൊണ്ട് വെക്കുവാനുണ്ട്. ഇതെല്ലാം ഞാൻ ഓരോ വീടും മാറുമ്പോൾ ഞാനിങ്ങനെ അവിടെ നട്ട ചെടികളെല്ലാം ഇതുപോലെ എടുത്തുകൊണ്ട് പോരും. കുറേയൊക്കെ ഇനി അതിലെ വെളിയിൽ കൂടെ നിൽപ്പുണ്ട്. ഇനി അതെല്ലാം വേറെ ചട്ടികളിലാക്കണം. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ മുറ്റത്ത് സ്ഥലമുള്ള അനുസരിച്ച് നമ്മൾ നട്ട് വെക്കണതുണ്ട്. ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് നട്ട് പിടിപ്പിച്ച ചെടികൾ കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ ആർക്കൊക്കെ കൊടുത്തു വിട്ടു. ഇതാണ് ഏറ്റവും മെയിൻ പണി. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മുടെ ഓട്ടോയിൽ കൊള്ളാൻ പാകത്തിനുള്ളത് നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി ഇവിടെ വെച്ചിട്ട് പിന്നെ ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ കൊണ്ടുപോകണം. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഏതാണ്ട് 9ാമത്തെ 10ാമത്തെ അങ്ങോട്ട് വീടാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന അന്ന് മുതൽ ഇങ്ങനെ വീട് മാറി നടക്കണതാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. അവിടുത്തെ ഏറ്റവും മെയിൻ പണി ഇപ്പോൾ നമ്മൾ നടന്നു വരുന്ന ആ വഴി വെള്ളച്ചാലാണ്. അപ്പോൾ വെള്ളം ഒഴുകിയിട്ട് വഴി ആകെ താഴെ വരെ മോശമായിട്ട് കിടക്കണതാണ് കേട്ടോ. അത് ശരിക്കും ഞങ്ങളുടെ അവിടെ നിന്നുള്ള കരയന്താനി റൂട്ടിലേക്കുള്ള ഒരു റോഡാണ് കേട്ടോ. ഒരു റോഡാണ് താഴെ കാണുന്നത്. അപ്പം നമ്മുടെ വീട് കുറച്ച് മുകളിലേക്ക്, ഞാൻ വീട് കാണുന്നതാണ് കേട്ടോ വീട്. അപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ചൊരു 3-4 ഇങ്ങനെ തൊട്ടി കയറി വേണം പോകാൻ. ചെറിയൊരു തോട്ടമാണ്. അപ്പോൾ വീടിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത മാറി കഴിയുമ്പം ഇടുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ചെടിച്ചട്ടികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണതാണ് കേട്ടോ, ഞാനും പിള്ളേരും കൂടെ. ഇനി ഇവിടുന്ന് ഞങ്ങൾ 3 പേരും കൈമാറി മുകളിലെത്തിക്കണം. അടുത്ത് 2-3 വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, തൊട്ടടുത്തല്ല. അപ്പോൾ ഈ വീടിൻ്റെ നേരെ താഴെയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് റോഡ് കാണാം. ഇവിടെയാണ് നമ്മൾ വണ്ടി കൊണ്ടിടാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓട്ടോയും ഒരു സ്കൂട്ടിയാണുള്ളത്. അപ്പോൾ അത് രണ്ടും ഇവിടെ കൊണ്ടുവന്ന് വേണം ഇടാൻ. നേരത്തെ നമ്മൾ മുറ്റത്ത് വണ്ടി ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ അകത്തേക്ക് കയറാൻ പാകത്തിനായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റത്തില്ല. നമ്മൾ ഇത്രയും വണ്ടി താഴെ ഇട്ടിട്ട് ഇത്രയും കയറി വരണം മുകളിലേക്ക്. ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടിയ വീടാണ് കേട്ടോ. വീടൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ താഴെ കാണുന്നതാണ് കേട്ടോ റോഡ്. ചേട്ടായിയാണ് അവരവിടെ റോഡ് പണിയൊക്കെ കഴിഞ്ഞിട്ട് മടുത്ത് പോയിരിക്കണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പണിത് കഴിഞ്ഞിട്ടുള്ള റോഡ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ്. അപ്പോൾ നല്ല റോഡൊക്കെ നല്ല അടിപൊളിയാക്കി. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പം എനിക്ക് ഇവിടെ തൊട്ടടുത്ത് സൈമൺകുട്ടിയുടെ സ്കൂള് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി അവൾക്കധികം നടക്കേണ്ടി വരില്ല. പിന്നെ എനിക്കും ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. സൈനോരയുടെ സ്കൂളിലാണ് ഞാൻ ക്ലീനിങ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ എനിക്ക് പോകാൻ എളുപ്പമുണ്ട്. ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി. അപ്പോൾ വീട്ടിൽ വന്നു. രാവിലെ അലക്കി വെച്ച തുണികളൊക്കെ പെട്ടെന്ന് തന്നെ വിരിച്ചിടുകയാണ് കേട്ടോ. ഇനി തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വേഗം ഒന്ന് കുളിക്കണം, പിന്നെ ചായ കുടിക്കണം. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കാരണം രാവിലെ പണിയൊക്കെ തീർത്തിട്ടിരിക്കുന്നതുകൊണ്ട്. പിന്നെ മുറ്റം പരിസരമൊക്കെ ആകെ ഇതായിട്ട് കിടക്കുകയാണ്. അത് നമ്മളിനി മാറുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ഇവർക്ക് വൃത്തിയാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല.
അപ്പോൾ അങ്ങനെ ചായ ഇട്ടു. കടല, റോസ്റ്റ് കടല ആണോ അത്, ഇങ്ങനെ നല്ല എരിവുള്ള സൈസ് കടലയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇതാ വീണ്ടും ടി വി ഒക്കെ കാണാനിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.